ഇന്ന് ആക്ച്വലി എൻ്റെ ഗ്രോസറി ഡേ ആണ്. ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം ഒരു സിമ്പിൾ ഹെൽത്തി ഗ്രോസറി പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യാമെന്ന്. ബാ. ഞാൻ കടയിൽ പോകുന്നതിന് മുന്നേ തന്നെ ഒരു ജനറൽ ഐഡിയ ഉണ്ടാവും എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ എന്താ ഇന്ന് കടയിൽ നിന്ന് മേടിക്കാൻ പോകുന്നതെന്ന്. അത് ഞാൻ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോട്ടീൻ, കാർബ്സ്, ഫാറ്റ്സ് ആൻഡ് ഫൈബർ. പ്രോട്ടീൻ സോഴ്സസിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനമാണ് ചിക്കൻ, അതുപോലെ തന്നെ ഫിഷ്, പിന്നെ വെജ് കഴിക്കാൻ മൂടുണ്ടെങ്കിൽ പനീർ, ടോഫു, പിന്നെ അതല്ലാണ്ട് ചിലപ്പോൾ ഞാനിങ്ങനെ ക്യാൻ ട്യൂണി എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കും എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ. പിന്നെ ഒരു മെയിൻ ഐറ്റം ഉണ്ട്, അതാണ് മുട്ട. ഞാൻ പണ്ടൊരു തെറ്റ് ചെയ്യലുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുമായിരുന്നു പയർ ഒരു പ്രോട്ടീൻ സോഴ്സ് ആണെന്ന്. But it's actually a carb source, which means it has more carbs compared to protein. നമുക്കിത് കുറേ കഴിക്കേണ്ടി വരും just to get a little protein from this. Next are carb sources. എൻ്റെ ഫേവറേറ്റ് കാർബ് സോഴ്സ് ആണ് ചോറ്. ഇനി ആരെങ്കിലും ഉണ്ടാക്കി തരുവാണെങ്കിൽ അപ്പം, പുട്ട്, ഇടിയപ്പം. വെയിറ്റ് ലോസ് ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ കഴിക്കാം, പക്ഷേ അത് അതിൻ്റെ പ്രൊപ്പോർഷൻ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം കേട്ടോ. പിന്നെ നൂഡിൽസ് പോലത്തെ സാധനങ്ങൾ അത് കുറച്ച് മേടിച്ചാൽ മതി. ഇതും കാർബ് സോഴ്സാണ്, പക്ഷേ ഹൈലി പ്രോസസ്ഡ് ആയതുകൊണ്ട് വളരെ കുറച്ച് കഴിക്കാം. നെക്സ്റ്റ് ആണ് ഫാറ്റ്സ്. ഇനി കുക്കിംഗ് ഓയിൽ, അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, അത് നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ടല്ലോ. നട്ട്സ് ലൈക്ക് ബാദാം, കാഷ്യൂസ്, അതെല്ലാം ഹെൽത്തി ഫാറ്റ്സിലാണ് പെടുക. ഇനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പച്ചക്കറി ഫോർ മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് ഫൈബർ. വെറൈറ്റി ഓഫ് പച്ചക്കറി നമ്മൾ എല്ലാ ആഴ്ചയും കഴിക്കണം. And something that I try to do is I try to think of 5 different colors of vegetables. വേറെ കളർ ഓഫ് വെജിറ്റബിൾസിൻ്റെ അത് വേറെ ന്യൂട്രീഷണൽ വാല്യൂ ആയിരിക്കും. അപ്പം ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ദാറ്റ് ഈ പച്ചക്കറീൻ്റെ അത് ഈ ന്യൂട്രീഷനാണുള്ളത്, നമുക്കൊരു വെറൈറ്റി ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് കിട്ടാൻ ഇത് എളുപ്പമായിരിക്കും. പിന്നെ പാക്കിൻ്റെ ഫ്രണ്ടിൽ മാത്രമല്ല, പാക്ക് തിരിച്ചു നോക്കണം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കണം, സെർവിങ് സൈസ് നോക്കണം, കാലറീസ് നോക്കണം. പിന്നെ ഒരു കാര്യം, ഫസ്റ്റ് എഴുതിയ ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ, ലാസ്റ്റ് എഴുതിയ ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും ഏറ്റവും കുറവ്. പിന്നെ ഗ്രോസറി ഷോപ്പിംഗ് വിശന്നിരിക്കുമ്പോൾ ചെയ്യാണ്ട് നോക്കുക. വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറുതെന്തേ കഴിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ജങ്ക് എല്ലാം മേടിക്കാൻ തോന്നും. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിശന്ന് തുടങ്ങി. ഇനി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് എങ്ങനെ ഒരു സിമ്പിൾ ബാലൻസ്ഡ് മീൽ ഉണ്ടാക്കാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരെ ബൈ.